നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ അതിവൈകാരികമായ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. അവിശ്വാസ പ്രമേയം പരാജയപ്പെടും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന്റെ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. എന്നാൽ കൗൺസിൽ ഹാളിൽ മേയർ ആമുഖം ആരംഭിച്ചപ്പോൾ തന്നെ UDF അംഗങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളികളുമായിട്ട് അവർ ചെയറിൽ എടിയിട്ട് നിൽക്കുകയായിരുന്നു എന്നുണ്ടായത്. അതിനെ തുടർന്ന് LDFന്റെ അംഗങ്ങളും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ LDFന്റെ ആൾക്കാരുമായി തങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്നൊക്കെയാണ് UDF വലിയ വെല്ലുവിളികളൊക്കെ ഉയർത്തിയത്. എങ്കിലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് CPMന്റെ ജില്ലാ സെക്രട്ടറി V ജോയ് തന്നെ പറയുകയുണ്ടായി, തങ്ങളുമായി UDF അംഗങ്ങളോ UDF നേതാക്കന്മാരോ ഒരു രീതിയിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായി LDF തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ സമരം നടത്തി വരികയാണ്. എന്നാൽ ഈ സമരവുമായി യാതൊരു തരത്തിലും UDFന്റെ അംഗങ്ങൾ സഹകരിച്ചിട്ടില്ല. അവർ യാതൊരു രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്തതിനെ തുടർന്ന് എന്തിനാണ് പിന്നീട് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്നത് എന്ന തരത്തിലായിരുന്നു V ജോയിയുടെ പ്രതികരണം. മാത്രമല്ല, നയപരമായിട്ടുള്ള തീരുമാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് V ജോയ് പറയുകയുണ്ടായി. എന്തായാലും അവിശ്വാസ പ്രമേയം പരാജയപ്പെടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് UDF കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയ അവതരണം തന്നെ നടക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പില്ലായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു നാടകീയമായ രംഗങ്ങൾക്ക് തുടക്കമാകുന്നത്. അജണ്ടകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അവർ ഈ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളും വലിയ രീതിയിൽ ഒച്ചപ്പാടും ഉണ്ടാക്കിക്കൊണ്ടാണ് കൗൺസിൽ യോഗത്തെ അഭിമുഖീകരിക്കുന്നത്. ഹാർബർ വാർഡിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമെന്നും അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോറൻസിക് അന്വേഷണമാണ് നടക്കുക എന്നൊക്കെ മേയർ ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. മേയറുടെ ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. ആ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ ആണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഒരു ബഹളം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുകയും ഒടുവിൽ ഇത് കയ്യാങ്കളിയിലേക്ക് എത്തിപ്പെടുകയുമായിരുന്നു. ഒടുവിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങിയത്. പരസ്പരം പോരടിക്കുകയും ഇതിനിടയിൽ തന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്നോണം SP ദീപക് ചില കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. സുഗതന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഈ ചർച്ചകളൊന്നും നടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ബഹളം ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷമായിരുന്നു. അവിടെ ഭരണപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇതിൻ്റെ മുകളിൽ ഇല്ലായിരുന്നു. പാറ്റൂർ രാധാകൃഷ്ണൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കൗൺസിലുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയത്തിൽ ഒരു കാരണവശാലും പ്രതിപക്ഷങ്ങളുമായിട്ട് താൻ യോജിച്ച് നിൽക്കില്ല എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലും തങ്ങൾ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുവാൻ തയ്യാറായിക്കൊണ്ട് പ്രതിപക്ഷം വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് പൊതുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനെ തുടർന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ടായും. മേയർ ഇതോട് അനുബന്ധിച്ച ചില പ്രതികരണങ്ങളൊക്കെ ആദ്യം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അന്വേഷണങ്ങൾ നടക്കുന്നതിൻ്റെ അങ്കലാപ്പാണ് പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങൾക്കുള്ളത്, അല്ലാതെ സുഗതനുമായിട്ടോ മറ്റു കാര്യങ്ങളുമായിട്ടോ ഇവിടെ നടക്കുന്ന സമരത്തിന് ബന്ധമില്ല എന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നത്. എന്തായാലും കൂടുതൽ സംഘർഷഭരിതമാകുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ.